അപ്പോൾ എവിടെയുള്ളത് മക്കളെ? ഇതാണ് കണ്ടാൽക്കാട്. കണ്ടാൽക്കാടാണ് എന്നാണ് പറയുന്നത്, പക്ഷെ കണ്ടാൽക്കാടായി തോന്നൂല, മൊത്തം പാറക്കെട്ടാണ്. കേട്ടാക്കാട് എന്ന് പറയാനായിട്ട്. കേട്ടാക്കാട്. ഇത് ബോംബെ പൂനെ എക്സ്പ്രസ് ഹൈവേയിലാണുള്ളത്. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള ചുരമാണ്. ഇതിലാണ് കൂടുതൽ ഇതില്ലേ അല്ലേ? ഏത് ടണലില്ലേ? ടണലുകൾ ഉണ്ടാക്കിയിട്ടില്ല കൂടുതൽ, കാരണം കയറ്റം ഒഴിവാക്കാൻ വേണ്ടിയാണ് ടണലും കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഇതുണ്ട്, പാലം കെട്ടിയാണല്ലേ? വരുന്നുണ്ട് ആരാണ്ട് ഇപ്പോ സിദ്ദീഖ് MLA എന്തൊക്കെയാ പറഞ്ഞിരിക്കണ? ശനി ഞായർ ലീവ് വേണം, പിന്നെ ശനി ഞായർ ലീവ് വേണം, പിന്നെ ഈ ഫെസ്റ്റിവൽ സമയങ്ങളിൽ നിയന്ത്രണം വേണം, ലോറിക്കാർ പോകാൻ പാടില്ല എന്നാണ്. മുട്ടും പലകൊക്കെ കൊണ്ടുപോണ അമിതഭാരം കയറ്റിയ വണ്ടികൾക്ക് നിയന്ത്രണമാണ്. അതിൽ കലണ്ടറൊക്കെ ഉണ്ടാക്കണം. 2026 ഒരു കലണ്ടർ, ലോറിക്കാരെങ്ങനെ പോകണമെന്നില്ല കലണ്ടർ. റോഡ് നന്നാക്കാന്. അപ്പൊ ഓല് ചെയ്യേണ്ട പണിയൊന്നും ഓല് ചെയ്യൂല. എന്നിട്ട് ബാക്കിയുള്ള പോലെ പെരടി കയറിയാണ്ട് തൽക്കാലം വാർത്ത ഒന്ന് സൃഷ്ടിച്ചാണ് ജനങ്ങളുടെ കണ്ണ് പൊടിയിടുക എന്നുള്ളൊരു കാര്യമാണ് അതിലൊക്കെ നടക്കുന്നത്. ഇവര് ഇത് എന്താണ് മനസ്സിലാക്കിക്കണേ? ഈ യഥാർത്ഥത്തിൽ ചുരത്തമല്ല തടസ്സം എന്താണ് കറക്റ്റ്? അതായത് ഒരു സൈഡിലൂടെ 2 ഭാഗത്തു കൂടിയാണല്ലോ വണ്ടി പോവുക. അപ്പോൾ ഒരു ഭാഗം ബ്ലോക്കായി കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് ഇന്ന് വണ്ടി കടത്തി വിടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് പകരം കാറുകാരും അതേപോലെ തന്നെ KSRTC ഒന്നായിട്ട് കയറി ചെല്ലും. കാരണം ഓൾക്ക് ധൃതിയാണ്. എന്നിട്ട് ലൈനും നിൽക്കൂല, ഉണ്ടാവൂല. കാരണം എന്താ വെച്ചാൽ ഇനി മാത്രമല്ല, വലിയ ബെൻഡുകളിൽ വരെ മുകളിൽ നിർത്തി കൊടുക്കും അടുത്ത താഴത്തെ വണ്ടി കയറി വരാം. പക്ഷെ ഒരു കാറുകാരനോ ഒരു KSRTC ബസ്സോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സോ വേറെ ബൈക്കോ അങ്ങനെ നിർത്തി കൊടുക്കണ നിങ്ങൾ കണ്ടിക്കണോ? നിർത്തി കൊടുക്കൂല. ഓലെന്നായിട്ട് ഇറങ്ങി ചെല്ലും. എന്നിട്ട് എല്ലാവരും ആ ബെൻഡിൽ എന്ത് ചെയ്യും? പിന്നെ വളവിൽ അങ്ങോട്ട് കുടുങ്ങും 2 വണ്ടി. അപ്പൊ കയറി വരുന്ന വണ്ടിക്ക് നിർത്തി കൊടുത്താൽ മതി. ഇപ്പൊ കണ്ടോ, ഇവിടെ നോക്കണേ, ഈ കാറുണ്ടോ? പോണ റൂട്ടിന് കാറുകാർ തന്നെ പോണുള്ളൂ. ആ ലോറിക്കാർ മാറില്ല, പക്ഷെ ആ കാറുകാർ തിരികണോക്കെ തിരികലാണ്. എല്ലായിടത്തും ഈ തിരികലല്ലേ പ്രശ്നം. റൈറ്റ് ഫ്രീ ആണ്. എന്തിനാ ആവശ്യമില്ലാതെ അപ്പൊ റൈറ്റ് പോകുമ്പോഴേ മുമ്പിലുള്ള കാറുകളെ മുമ്പ് ചാടാനാണ് ഇപ്പൊ ഈ കാണിക്കണൊക്കെ. ലെഫ്റ്റ് കയറിയിട്ട് ഗ്യാപ്പ് കയറിയ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഈ ബസ് പോണേ മര്യാദക്ക് പോണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ. വണ്ടി എന്നിട്ട് പിന്നെ ലോറിക്കാർക്ക് കുറ്റം. പിന്നെ ഈ പൂനെയിലുള്ള പ്രശ്നം വരെ കേരളത്തിലുള്ള സിദ്ദീഖ് MLA ഏറ്റെടുക്കല്. വയനാട് തന്നെ പ്രശ്നം എന്താ അറിയില്ല, എന്തൊക്കെയാ നടക്കുന്നത്. എന്നാ ഇതില് വേറെ യാഥാർത്ഥ്യം എന്താ അറിയോ? കേരളത്തിൽ നിന്ന് കന്യാകുമാരി മുതൽ പിന്നെ കാശ്മീർ വരെ പോകുന്ന ലോറി ഡ്രൈവർമാരുണ്ട്. അതായത് കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ശ്രീനഗറിൽ ഫ്ലൈറ്റ് ഇറങ്ങിയാണ്ടല്ലോ കളിച്ചിട്ടുള്ളൂ. ആ കാശ്മീരല്ല, അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിനോട് പങ്കിടുന്ന ബാരാമുല്ല, സോഫിയാന എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഹിമാലയത്തിൽ താഴത്ത് പോണ അങ്ങനെയുള്ള ചുരത്തുനിന്ന് പിന്നെ ആപ്പിൾ എടുത്തുകൊണ്ട് വരുന്ന ഡ്രൈവർമാരുണ്ട്. ഹിമാചലിലും ഉത്തരാഖണ്ഡിലൊക്കെ പോയിട്ട് കുളു മണാലി എന്നൊക്കെ എക്സ്പ്രസ് ലോഡ്. അത് ഡബിൾ എക്സ്പ്രസ് ഓടുന്നതൊക്കെ ഉണ്ട്. നിർത്താതെ 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതാണ്ട് പിന്നെ ലോഡ് ഇറക്കാൻ വേണ്ടി പോരുന്ന വണ്ടിക്കാരാണ് ഇവര്. അത് ഈ ഫെസ്റ്റിവൽ സീസണുകളിലും പിന്നെ ലീവുള്ള സമയത്ത് മുണുങ്ങാൻ വേണ്ടിയിട്ട് അതാർക്ക് അല്ലാതെന്താ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാലേ, ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ എന്ന് പറയുന്ന പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ നമ്മുടെ നാട്, ആ മഹനീയമായ നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലകളാൽ നിറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് പോരുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമ ഭാഗത്ത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. അതേപോലെ തന്നെ ആന്ധ്രയിൽ നിന്ന് അങ്ങോട്ട് വെസ്റ്റ് ബംഗാൾ വരെ ഈസ്റ്റേൺ ഗാർഡ്സ് കിടക്കുകയാണ്.
പിന്നെ ഗുജറാത്ത് കഴിഞ്ഞാൽ ഗുജറാത്ത് ഡൽഹി ഹരിയാന വരെ ആരവല്ലി പർവ്വതനിരയാണ്. അത് കണ്ടമാനുണ്ട്, 750 കിലോമീറ്റർ നീണ്ടു നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹിമാലയ ഉണ്ട്, ഉത്തരാഖണ്ഡും ഹിമാചലും അതേപോലെ തന്നെ കാശ്മീരും പോലെ ഹിമാലയ ഉണ്ട്. പിന്നെ കരിക്കി ഹിൽ എന്ന് പറയുന്ന പിന്നെ നോർത്ത് ഈസ്റ്റ് സൈഡിൽ ആസാമിലേക്ക് പോകുമ്പോൾ മലയാണ്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഇത് ഛോട്ടാ നാഗ്പൂരൊക്കെ പോണ ആ വഴിക്കുണ്ടല്ലോ, അത് പിന്നെ ഇത് പിന്നെ എന്താ വിന്ധ്യ പർവ്വതം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുജറാത്ത് ടു പിന്നെ ബീഹാർ വരെ. അതിന് സത്പുര എന്ന് പറയുന്ന അടുത്ത പർവ്വതം, അത് ഗുജറാത്ത് ടു ഛത്തീസ്ഗഡ് വരെ. അതായത് നമ്മൾ ഡെക്കാൻ ഡ്രാഫ് മേഖലയൊക്കെ നിലനിൽക്കുന്ന പിന്നെ നമ്മൾ ഹൈദരാബാദിൻ്റെയൊക്കെ ആ മലനിലകര്. എയിലെ പോയാലും ചുരമാണ്. നമ്മളെ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളെ പിന്നെ ഇങ്ങോട്ട് ഹുബ്ലിക്ക് കയറുമ്പോഴും ചുരമാണ്. അത് നമ്മളെ വയനാട് ചുരത്തേക്കാളും ഡേഞ്ചറാ എല്ലാപൂര്. പിന്നെ ഈ ചുരങ്ങളൊക്കെ വരി നിന്ന് പോയി കയറി ഇറങ്ങി വരുന്ന ലോറിക്കാർക്ക് വയനാട് എത്തുമ്പോൾ അത് കയ്യൂല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറും നാടകമാണ്. നാടകം തന്നെയാണ്. ഇപ്പോ ഇത് നോക്ക് ഈ തന്നെ നോക്കാണ്, ഒരു സൈഡിൽ കാറിന് പോകാനുള്ള സ്ഥലമാണ് പൂനെ എക്സ്പ്രസ് വേവിന്റെ. പിന്നെ ലെഫ്റ്റ് സൈഡ് ഒരു കാര്യമല്ല. ഇനി അത് തിരികുമ്പോ മുന്നേ പോണ വണ്ടിയും ബാക്ക് രണ്ട് ലോറിക്കാരും കുടുങ്ങുന്നു. അവിടെ ബ്ലോക്കാവും. ബ്ലോക്കായിട്ട് ബാക്കിൽ വരുന്ന ആൾ വിലയിരുത്തും, കാരണം ആ ലോറിക്കാരൻ ബ്ലോക്കാക്കിയാണ് ഈ ബ്ലോക്ക്. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു സുണ്ണാമാക്കി കയറിപ്പോയത് അതൊന്നും ആരും നോക്കൂല. അത് MLA മാരൊന്നും കാണൂല. ആ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി മറ്റേ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി ആ വണ്ടികള് അപ്പൊ കയറി പോയില്ല. അപ്പൊ ലോറി ബ്ലോക്കായി. കാരണം ചെറിയ വണ്ടി കാരണം ലോറി ബ്ലോക്കായി. ഇനി ഇവിടെ അങ്ങോട്ട് ഫുള്ള് കണ്ട ഫോന് കയറി പോകേണ്ടി വരും. കാരണം ഈ ജാതി ലോഡും വെച്ച് കയറണം. ഓന്റെ ട്രാക്ക് അല്ലത്. ആ ട്രാക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് കയറി പോകണ്ട. ഇപ്പോൾ നിന്നാ കാരണം കണ്ടോളി. ആ മുമ്പിലുള്ള കാറുകാരാണ് ഇപ്പൊ ബ്ലോക്ക് ആക്കിയത്. ലെഫ്റ്റ് സൈഡ് കയറി വന്നിട്ട് റൈറ്റ് സൈഡ് ഒരു ലോറിക്കാരൻ പോലും റൈറ്റ് സൈഡ് കയറി പോണില്ല. കണ്ട എന്തൊരു കഷ്ടം നോക്കിയാണ്. ഇത് തന്നെയാണ് വയനാട് സംഭവിക്കണേ. ഒരു ലോറിക്കാരൻ പോലും വിലങ്ങിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് MLA കാണിച്ചു തരുന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും അങ്ങോട്ട് പിന്നെ എന്താണ് പ്രസംഗം നടത്തുമ്പോ എന്തെങ്കിലുമൊക്കെ അത് പിന്നെ ആ ചൂരൽമലയിലേ പിന്നെ ഉരുള് പൊട്ടിയപ്പോ ഒന്ന് ചളി കൂടെ നടന്നുകൊണ്ട് വലിയ സംഭവം ആയിക്കണ മൂപ്പര് അന്ന് തുടങ്ങിയതാണത്. ഞാൻ ബേസിക്കലി കോൺഗ്രസ് അതിന്റെ താല്പര്യമുള്ളതാണ്. പക്ഷെ ഇമാര് വർത്താനം തന്നെ നമ്മൾ ആരായാലും കൂട്ടുകേണ്ട ആവശ്യമല്ല. ഇനിയിപ്പോ ഈ ബ്ലോക്ക് എന്താന്ന് വെച്ചാൽ അവിടെ വണ്ടി കംപ്ലൈന്റ് ആണ്. ആ വണ്ടി കംപ്ലൈന്റ് ഇടയിൽ കൂടെ കാറുകാരൻ കയറിയതാണ്. എല്ലാ വണ്ടികളും ബ്ലോക്ക് കണ്ടോ